ആത്മാവിൽ ദൈവമായിട്ട് ആയിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു സാക്രമെന്റൽ പ്ലേസ് ആണ്, ഒരു സക്രാരിയാണ്. ആ സക്രാരിയിലെ ദൈവ സാന്നിധ്യം എന്നത് ദൈവം തന്നെയാണ്. അൾത്താര എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. ദേവാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. സോ ശരീരമാകുന്ന നിങ്ങളാകുന്ന ദേവാലയത്തിനകത്തെ ഹൃദയമാകുന്ന അൾത്താരയിൽ സക്രാരിയിലിരിക്കുന്ന ദൈവം എന്ന അനുഭവം നിങ്ങൾ തന്നെയാണ് നടക്കുന്ന ഒരു ദേവാലയം എന്ന ഒരു ചിന്ത. നിങ്ങളുള്ളിലെ ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ദൈവം കുടികൊള്ളുന്ന ഒരു അവസ്ഥയാണ് എന്ന ഒരു ബോധ്യം ആത്മീയ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ തേടി വരും. ദൈവം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറമേയൊക്കെ അന്വേഷിച്ചു കണ്ടെത്തിയത് എൻ്റെ ഉള്ളിലാണെന്ന് പറയുന്ന ആ തത്വം ഉണ്ടല്ലോ, അത് തന്നെ. ദൈവം എവിടെയാ? എൻ്റെ ഉള്ളിലാണ് ദൈവം. പാപിയും ബലഹീനയും ദുർബലയുമായ എൻ്റെ ഉള്ളിൽ ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വമാണ്, എൻ്റെ യോഗ്യതയല്ല. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നല്ല രീതിയിൽ ജീവിക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ അത്രയും പരിശുദ്ധനാണ്. പക്ഷെ ദൈവത്തിന് അറിയാം ദൈവം എവിടെയാണ് വന്നിരിക്കുന്നതെന്ന്. ബലഹീനനും ദുർബലനുമായ മനുഷ്യന്റെ ഉള്ളിലാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുകയല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ദൈവകൃപയാലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ എന്ന് ദൈവത്തിനും അറിയാം. പക്ഷെ ഈ ദേവാലയവും ഹൃദയവും ദേവാലയ പരിസരങ്ങൾ എന്നൊക്കെ പറയൂലേ, എല്ലാം നമ്മൾ ശുദ്ധതയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കുമ്പസാരക്കൂടുകളുണ്ട്, നമുക്ക് ആശ്രയിക്കാം. കാരണം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് എല്ലാം ഒരു ശ്രമമാണ്. കർത്താവിനും അതറിയാം. നമ്മളെല്ലാവരും നന്നായി ജീവിക്കാനും കുറവുകളില്ലാത്തവരായി ജീവിക്കാനും വളരെ ശ്രമമാണ്. പക്ഷെ നിങ്ങളുടെ ആത്മാവിൽ ദൈവസാന്നിധ്യം ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടെ വേണം ഓരോ ദൈവവിശ്വാസിയും മുന്നോട്ട് പോകാനായിട്ട്. ആ ദൈവത്തിൽ നിന്നും ശക്തി ഒഴുകും. ആ ദൈവത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങൾ കത്തിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഒരു തീയാണ് അതെന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ വിശ്വാസം കൊണ്ടും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടും ആ ആത്മാവിന്റെ ശക്തി ജ്വലിപ്പിക്കുകയാണ്. അത് ഭയങ്കര പവർഫുൾ ആകുമ്പോഴാണ് സുവിശേഷ വേലക്കാർ സുവിശേഷം പറയുമ്പോഴോ ശുശ്രൂഷ ചെയ്യുമ്പോഴോ ആ ശക്തിയാണ് ഉള്ളിൽ പുറത്തേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പ്രചരിപ്പിക്കുന്നത്, പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് ചുറ്റുമുള്ള മനുഷ്യർ സൗഖ്യപ്പെടുന്നത്. സോ അവന്റെ ഉള്ളിലെ ദൈവത്തിന്റെ ശക്തി മനുഷ്യനെ തൊടുന്ന ഒരു അത്ഭുതമായിട്ട് മാറുകയാണ്. അപ്പൊ അതേ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്നേ. അതിന്റെ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കുക. അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പോരായ്മ കുറവുണ്ടാവും. പക്ഷെ ആ ഹൃദയത്തിൽ നിന്നുമാണ് ശക്തി വരുന്നത്. ആത്മാവിലാണ് നിങ്ങളുടെ ശക്തി ഇരിക്കുന്നത്. നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഒരു സോൾ പേഴ്സൺ ആണ്. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഫിസിക്കൽ ശക്തിയല്ല, നിങ്ങളുടെ മൈൻഡിന്റെ പവർ അല്ല, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയാണ്. ആത്മാവിന്റെ ശക്തി എന്നാൽ അതിനകത്തിരിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ പവറാണ്. അതിനെ കളങ്കം വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അതിന്റെ നന്മ, ആ ശക്തി സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ലോകത്തെ പരാജയപ്പെടുത്താൻ പോകുന്ന ദൈവത്തിന്റെ ശക്തി. അത് നിങ്ങളുടെ ആത്മാവിലാണ് ഇരിക്കുന്നത്.